ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാഴ്ച കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം അനുവദിച്ച ഈ സമയത്തെ ഓർത്ത് നന്ദിയോടുകൂടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പ്രായോഗികമായി ദൈവഭക്തി എങ്ങനെ ആചരിക്കാം എന്ന വിഷയത്തെ ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് വ്യക്തി ജീവിതത്തിൽ, രണ്ടാമത് കുടുംബത്തിൽ, മൂന്നാമത് സഭാജീവിതത്തിൽ, നാലാമത് സമൂഹത്തിൽ, അഞ്ചാമത് നിയമത്തിൻ്റെ മുമ്പിൽ നമ്മളെങ്ങനെ ഭക്തന്മാരായി ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ക്രമപ്പെടുത്തേണ്ടുന്ന ദൈവവചന പഠനം, വിശ്വാസം, പ്രത്യാശ, അതുപോലെ പ്രാർത്ഥന എന്നീ കാര്യങ്ങൾ ആദ്യം നാം കാണുകയുണ്ടായി. രണ്ടാമതായിട്ട് ദൈവം നമുക്ക് നൽകുന്ന സേവനം, അതിനുള്ള ആ സാധ്യതകളെ സ്നേഹത്തോടു കൂടെ, ഔദാര്യ മനോഭാവത്തോടു കൂടെ നമ്മൾ നിർവഹിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ എങ്ങനെ നമ്മളായിരിക്കണം, ആദ്യം വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും എങ്ങനെ ആയിരിക്കണമെന്ന് കണ്ടു. സഭയിലും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. പിന്നീട് നാം കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ച് നിർത്തിയത് സമൂഹത്തിൽ എങ്ങനെ നമ്മൾ ദൈവഭക്തന്മാരായിട്ട് സേവനം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മളുടെ പ്രാഥമികമായിരിക്കുന്ന ഉദ്ദേശ്യം കർത്താവിൻ്റെ സുവിശേഷം മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ളതും കർത്താവിനായിട്ട് ആത്മാക്കളെ നേടുക എന്നുള്ളതുമാണ് എന്നുള്ളതിൽ തർക്കമില്ല. എന്നാൽ അപ്പോൾ തന്നെ ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ മധ്യേ നമ്മൾക്കുണ്ടായിരിക്കേണ്ടുന്ന സാക്ഷ്യവും ഇൻഫ്ലുവൻസും വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൂടാതെ നമുക്ക് കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പാകെ വരച്ചു കാണിക്കുവാനായിട്ട് സാധ്യമല്ല. കർത്താവിൻ്റെ മക്കൾ എക്കാലത്തും ഈ ഒരു മേഖലയിൽ വളരെ നിപുണന്മാരായിരുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. ക്രിസ്തീയ വിശ്വാസം പ്രായോഗികമായി ഇംപ്ലിമെൻ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സമൂഹത്തിൻ്റെ മധ്യേ കഴിയുന്നില്ല എങ്കിൽ നമ്മളുടെ സുവിശേഷം കൊണ്ട് മാത്രം നമുക്കൊന്നും സാധിക്കുകയില്ല. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുത. താൻ ബൈബിൾ വായിച്ചിട്ട് ഇടത്തെ ചകിട്ടത്തടിക്കുന്നവന് വലത്ത് കാണിച്ചു കൊടുക്കാനായിട്ട് താൻ പഠിച്ചു. എന്നാൽ തന്നെ അധിക്ഷേപിച്ചിരുന്ന ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവർ തന്നോട് ഒരിക്കലും ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണിച്ചില്ല. അത് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വിഷമമായിട്ട് തനിക്ക് തീർന്നു. ഒരുപക്ഷെ താൻ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിന് തടസ്സമായി തീർന്ന ഒരു വലിയ വിഷയം അതായിരുന്നു. പ്രായോഗിക ക്രിസ്തീയ ജീവിതം തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരിൽ നിന്ന്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻ്റാണ്. നമ്മൾ ലോകത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ പത്രമാണ്, ദൈവത്തിൻ്റെ ലെറ്ററാണ്. നമ്മളിലൂടെയാണ് ലോകം ദൈവത്തെ വായിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇതില്ലാതെ പോയാൽ നമ്മൾ എത്രമാത്രം ഇൻ്റലക്ച്വലി നമ്മളുടെ ബ്രെയിൻ എത്രമാത്രം ശക്തമാണെന്ന് പറഞ്ഞാലും, വചനത്തിൽ നമ്മൾ എത്ര നിപുണന്മാരാണെന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ഒരു മേഖലയാണ് ക്രിസ്തീയ വിശ്വാസികൾ വളർത്തേണ്ടത്. ക്രിസ്തീയ വിശ്വാസികൾ ഇക്കാര്യത്തിൽ വളരെ വളർന്നവരാണെന്നുള്ളത് ഞാൻ മറന്നിട്ടല്ല അത് പറയുന്നത്. കാരണം ഈ ആതുര സേവനം എന്ന രംഗത്ത് ക്രിസ്ത്യാനികളെ പോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരാരും ഈ പ്രപഞ്ചത്തിലുണ്ടായിട്ടില്ല. അതൊരു സത്യമാണ്. എന്നാൽ അതേ സമയത്ത് നമ്മൾ അക്കാര്യത്തിൽ കൂടുതൽ മുതിർന്നു വരേണ്ടതും ആവശ്യമാണ്. വിശേഷാൽ നമ്മളുടെ സഭാ മേഖലയിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും കർത്താവ് സേവനത്തിന് വേണ്ടി വിനിയോഗിച്ചിരുന്നു. നമുക്കറിയാം, കർത്താവിൻ്റെ അടുക്കൽ വന്ന ഒരാൾ പോലും സൗഖ്യം പ്രാപിക്കാതെ പോയില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടി കർത്താവിന് സമയം ഉണ്ടായിരുന്നു. ഈ മനുഷ്യർ തന്നെ തള്ളിപ്പറയുമെന്ന് അറിഞ്ഞിട്ട് കർത്താവിന് ഇക്കാര്യത്തിൽ യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവർ സുവിശേഷം വിശ്വസിക്കുമോ ഇല്ലയോ ഇതൊന്നുമല്ല നമ്മുടെ പ്രസക്തി. ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു, തൻ്റെ മഴയെ കൊടുക്കുന്നു. തനിക്ക് അക്കാര്യത്തിൽ യാതൊരു വൈമനസ്യവുമില്ല. അവർ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കാതിരിക്കുന്നുവോ, തന്നെ അംഗീകരിക്കുന്നുവോ അംഗീകരിക്കാതിരിക്കുന്നുവോ, അതൊന്നും തനിക്ക് നന്മ ചെയ്യുന്നതിന് തടസ്സമായിട്ട് ഇരിക്കുന്നില്ല. ആ അപ്പൻ്റെ മക്കളാണ് നാം എന്നുള്ളതിനാൽ നന്മ ചെയ്യുന്നതിൽ നമ്മൾക്ക് യാതൊരു വൈമനസ്യത്തിൻ്റെയും ആവശ്യമില്ല. ലഭിക്കുന്ന സകല അവസരങ്ങളും അതിനായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആ രീതിയിൽ സാക്ഷ്യമുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. 1 പത്രോസ് 2:18 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്:
മതി. ഇവിടെ നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് പറയുകയാണ്. നമുക്ക് സേവനം നൽകുവാൻ കഴിയുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്. റിട്ടയേർഡ് ആയിട്ടുള്ളവർക്ക് ആ മേഖല ഇന്ന് ആവശ്യമില്ല എങ്കിൽ പോലും ധാരാളം യൗവനക്കാരായിരിക്കുന്നവരും അതുപോലെ കുഞ്ഞുങ്ങളും ഒക്കെ ആ ഒരു മേഖലയിലാണ്. നമ്മൾ അവിടെ സേവനം ചെയ്യുമ്പോൾ എങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണമെന്ന് നമ്മൾ ഇവിടെ വായിക്കുകയാണ്. പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് വെല്ലുവിളികളുണ്ടാകും. അവിടെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, ഒരു ദൈവഭക്തൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ആ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത്. ഒരു വിശ്വാസി ഒരു ഓഫീസിലുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് അവിടുത്തെ ഓഫീസറിന് ഒരു മതിപ്പ് ഉണ്ടായിരിക്കണം. ഞാൻ ഈ നിർമ്മലയായപ്പോൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നു. തൻ്റെ പേര് നിർമ്മല എന്നാണ്. എന്നാൽ തൻ്റെ ജാതകം ശരിയല്ല എന്നും പറഞ്ഞ് എല്ലാവരും തന്നെ ആ രീതിയിൽ അപഹസിച്ച ഒരു വ്യക്തിയാണ്. വിവാഹം കഴിഞ്ഞിട്ടും തൻ്റെ കാര്യമൊന്നും ഗുണം പിടിച്ചില്ല. തൻ്റെ ഭർത്താവ് തനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന താൻ അവസാനം വളരെ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി ക്രിസ്തുവിനെ അറിയുവാനായിട്ട് തൻ്റെ ജീവിതത്തിലിടയായി. താൻ ജോലി ചെയ്തിരുന്നത് മറ്റൊരു ബ്രാഹ്മണൻ മാനേജറായിട്ടുള്ളൊരു ഓഫീസിലാണ്. അപ്പോൾ ഈ നിർമ്മല വിശ്വാസിയായി തീർന്നപ്പോൾ ഇദ്ദേഹത്തിന് അതൊട്ടും സഹിച്ചില്ല. ഇവരെ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ അറിയിച്ചപ്പോൾ താൻ അക്കാര്യത്തിൽ അല്പം പോലും കുലുക്കമുണ്ടായിരുന്നില്ല ഈ നിർമ്മല. പിന്നീട് ഈ യജമാനൻ തന്നെ അക്കാര്യത്തെക്കുറിച്ച് ബോധവാനായി തീർന്നു. എന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള തൻ്റെ മനോബോധം നിമിത്തം ഇത്രമാത്രം വിശ്വസ്തയാണ് താനെങ്കിൽ ഈ വിശ്വസ്തയായ സ്ത്രീയെക്കാളും ഉത്തമയായ ഒരാൾ എൻ്റെ ഓഫീസിൽ എങ്ങനെ കാര്യങ്ങളെ നടത്തുമെന്നുള്ള ഒരു വിവേകം ഈ മനുഷ്യൻ ലഭിക്കാനിടയായി. കാരണം ദൈവത്തോട് ഇത്രമാത്രം തനിക്ക് പ്രതിപത്തിയുണ്ട്. തൻ്റെ വിശ്വാസം സംബന്ധിച്ച് താൻ ഇത്ര ദൃഢനിശ്ചയമുള്ള ആളാണെങ്കിൽ, അത്ര വിശ്വസ്തയാണെങ്കിൽ, ഇതിനേക്കാൾ വിശ്വസ്തയായ ആരാണ് എൻ്റെ ഓഫീസിലിരിക്കാൻ യോഗ്യത ഉള്ളവൾ എന്ന് തീരുമാനിച്ചിട്ട് തന്നെ പുറത്താക്കേണ്ടതിന് പകരം തന്നെ ആ ഓഫീസിൽ തന്നെ പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരുത്തുവാനായിട്ട് ഇടയായി എന്നുള്ളൊരു കാര്യം ഞാൻ ആ ലഘുലേഖയിൽ വായിച്ചിട്ടുണ്ട്. നമ്മളുടെ വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മൾ വേലക്കാരായിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ഹയർ ഓഫീസേഴ്സ് നമ്മളുടെ വിശ്വസ്തത കണ്ടിട്ട് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തരുവാൻ തക്കവണ്ണം നമ്മൾ നല്ലവരായിരിക്കണം. പ്രൊഫഷണൽ ലൈഫിൽ ഒരു ദൈവഭക്തൻ എങ്ങനെയായിരിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ദാനിയേലിനുള്ള ബന്ധത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, അവനെക്കുറിച്ചിട്ട് ഒരു കുറ്റവും കണ്ടുപിടിക്കുവാനായിട്ട് എല്ലാ രീതിയിൽ പരിശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ താൻ അത്ര പെർഫെക്റ്റ് ആയിരുന്നു. ഒരു ലൂപ്പ് ഹോൾ തന്നിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർക്ക്. പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രൊഫഷണൽ ലൈഫ് എത്രമാത്രം ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കണം എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ഒരു ടെസ്റ്റിമോണി നമുക്ക് സമൂഹത്തിൻ്റെ മധ്യം ഉണ്ടായിരിക്കണം. അദ്ദേഹത്തെ കാര്യങ്ങളെ ഏൽപ്പിച്ചാൽ അത് നന്നായി ചെയ്യും എന്നുള്ള ഒരു സാക്ഷ്യം. അതുപോലെ തന്നെ നമ്മൾ മറ്റ് സർവീസ് മേഖലയിലാണെങ്കിലും ഇതേ സാക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ പറ്റിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആനയെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പശുവിനെ ഉണ്ടാക്കി വെക്കുന്ന ഈ സ്വഭാവമൊന്നും ഒരു വിശ്വാസിക്ക് ഒരിക്കലും ചേർന്നതല്ല. ഉത്തരവാദിത്വത്തോടുകൂടെ വിശ്വസ്തയോടുകൂടെ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ഇവിടെ വേലക്കാരോടുള്ള ബന്ധത്തിൽ പറയുന്നത്. പൂർണ്ണ ഭയത്തോടെ. ആ ഭയം ദൈവത്തോടുള്ള ഭയമാണ്. ആ ഭയമാണ് നമ്മെ ഭരിക്കേണ്ടത്. അതാണ് നമ്മെ ഈ ലോകത്തിലെ യജമാനന്മാരോടും ഒക്കെ ഭയത്തോടുകൂടി ഇടപെടുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. ഇവിടെ പറയുന്ന ഭയം ടെറർ എന്നുള്ള വിഷയമല്ല, മറിച്ച് ബഹുമാനം കൊണ്ടുണ്ടാകുന്ന ഭയത്തെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി മറ്റൊരു വാക്യം എഫേസ്യർ 6:5. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദാസന്മാരെ കുറിച്ചാണ്. ഇന്ന് ദാസന്മാർ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി നമ്മളുടെ ഇടയിൽ ഇല്ല. കാരണം ഇത് സ്ലേവ് ആൻഡ് മാസ്റ്റർ എന്നുള്ള റിലേഷനാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു ദാസൻ എങ്ങനെ യജമാനന് സേവനം ചെയ്യുമ്പോൾ അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണമെന്ന് ക്രിസ്തീയ വിശ്വാസത്തെ ആസ്പദമാക്കി ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ്? ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിക്കണം. അപ്പോൾ വേല ചെയ്യുന്നവൻ്റെ ആറ്റിറ്റ്യൂഡ്
യജമാനനോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. ക്രിസ്തുവിനെ സേവിക്കുന്നത് പോലെ തന്നെ ആ വേല നാം ചെയ്യണം. ക്രിസ്തുവിനെ സേവിക്കുന്നത് പോലെ. അപ്പോൾ നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിൽ, നമ്മുടെ ജോലിയിൽ, അതുപോലെ നമ്മൾ സേവന രംഗത്താണെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നുള്ളത് വ്യക്തമാണ്. ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. അധികമായിട്ട് ഒന്നും ആരോടും വാങ്ങാതെ. ഞാൻ പറയുന്ന സർവീസ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. പലപ്പോഴും എനിക്ക് സഹോദരന്മാർക്ക് ജോലി കൊടുക്കാൻ ഭയമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സഹോദരന്മാരാണെന്നുള്ളതുകൊണ്ട് ഹാർഡായിട്ടുള്ള ഒരു വാക്ക് അവരോട് പറയില്ല. പൈസയുടെ കാര്യത്തിൽ നമ്മൾ ബാർഗെയിൻസ് ഒന്നും ചെയ്യില്ല. കാരണം മാന്യമായിട്ട് അവർ ചെയ്യുമെന്നുള്ളതാണല്ലോ നമ്മളുടെ പ്രതീക്ഷ. പക്ഷേ തത്വത്തിൽ അവിശ്വാസികളെക്കാളും ഘനം ചിലപ്പോൾ തോന്നും ചില സമയത്ത്. അങ്ങനെയല്ല ആയിരിക്കേണ്ടത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ. യജമാനന്മാരെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദാസന്മാരോട് പറയാം, അവർ വിശ്വാസികളാണെന്ന് വെച്ച് നിങ്ങൾ ഉപേക്ഷ കാണിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ നിങ്ങളോട് ഹാർഡായിരിക്കുകയല്ല ലോകത്തിലെ യജമാനന്മാരെ പോലെ, പക്ഷെ അത് ഉപേക്ഷയായി കണക്കാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ സേവനം അവർക്ക് ചെയ്യണം, വിശേഷാൽ അവർ സഹോദരന്മാരാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള കൈപ്പേറിയ അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, അങ്ങനെ ആയിരിക്കരുത്. വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ദൈവഭയത്തിലായിരിക്കണം നമ്മുടെ എല്ലാ സാമൂഹ്യമായിരിക്കുന്ന ഇടപാടുകളും ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. റോമർ 12:21 നാം വിവരണം വായിക്കുന്നു. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഒരാൾ എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തു എന്നുള്ളത് ഇതിനാൽ ഒരു റെസിപ്രോക്കേറ്റിംഗ് എഫക്റ്റ് നമുക്ക് ആവശ്യം ഇല്ല. എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും, ഇല്ല. സാമൂഹ്യമായിട്ട് ഇത് പ്രത്യേകിച്ച് ആവശ്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ വസിക്കുന്ന മനുഷ്യരിലുള്ള ആത്മാവ് നമുക്ക് നൽകിയിട്ടുള്ള ആത്മാവ് അല്ല. നമ്മൾ വളരെ നല്ല കരുതലോടുകൂടെ, വളരെ നല്ല സ്നേഹത്തോടു കൂടെ പലതും ചെയ്താലും അതിന് തക്കവണ്ണം ഒന്നും പ്രതികരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പം നമ്മൾ ക്ഷീണിച്ചു പോകും. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു പോകരുത്. തളർന്നു പോകാം. കാരണം നമ്മൾ നല്ല മനസാക്ഷിയോടുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, തിരിച്ചുകൊണ്ട് കിട്ടുന്നത് അതുപോലെയല്ല. ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ഈ പ്രോബ്ലം നമ്മൾ ഫിക്സ് ചെയ്യണം. അത് ഫിക്സ് ചെയ്തേ മതിയാവൂ. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വർക്കിൻ്റെ ഓർഡർ റിസീവ് ചെയ്യുന്നത് മനുഷ്യരിൽ നിന്ന് അല്ല. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒരാൾക്കൊരു നന്മ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ വർക്ക് ഓർഡർ കിട്ടുന്നത് കർത്താവിൽ നിന്ന് ആണ്. ഞാനത് കൊടുത്തോ കൊടുത്തില്ലയോ എന്നത് കണക്ക് കൊടുക്കേണ്ടത് കർത്താവിന് ആണ്. അത് ഞാൻ എങ്ങനെ ചെയ്തു എന്ന് കണക്ക് കൊടുക്കേണ്ടതും കർത്താവിനാണ്, മനുഷ്യരോടല്ല. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ മനുഷ്യരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് പിന്നെ ഒരു വിഷയം അല്ല. പോസ്റ്റ്മാനോട് ലെറ്റർ കൊണ്ടു കൊടുക്കാൻ പറയുന്നു. പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ടു കൊടുക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്യുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിനൊരു വിഷയം അല്ല. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്? അത് കൊടുക്കുക. അത് അദ്ദേഹം റിസീവ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക, തിരിച്ചു പോരുക. വർക്കിനോടുള്ള ബന്ധത്തിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ഏറ്റവും നന്നായി നമ്മുടെ യജമാനന് മഹത്വം വരുമാറും നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നു. വർക്ക് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. കർത്താവിനോട് വിവരം പറയുന്നു, കഴിഞ്ഞു. അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നോ പ്രതികരിക്കാതിരിക്കുന്നുവെന്നോ അതൊരു വിഷയമേ അല്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ഈ വാക്യം പ്രാവർത്തികമാക്കാൻ പറ്റും. എങ്ങനെ? തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കാൻ പറ്റും. എപ്പോഴും ഒരു കംപ്ലൈൻറ്റും പിന്നെ അവിടെ ഇല്ല. അദ്ദേഹം എന്ത് പറഞ്ഞില്ല എന്നുള്ളതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. കർത്താവിനോടാണ് നമ്മുടെ കാര്യം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. റോമർ 12:14 അടുത്തത് മതി. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. പത്രോസിന്റെ ലേഖനത്തിൽ അതിന് വേറെ രീതിയിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പിൻ. ശാപം നമ്മളിൽ നിന്ന് ഒരിക്കലും പുറപ്പെടരുത്. മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത
നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ദൈവഭക്തനുള്ളതല്ല. ദൈവഭക്തൻ ഒരിക്കലും ശാപത്തിൻ്റെ സോഴ്സ് അല്ല. ശാപം പാപത്താലുള്ളതായതാണ്. ശാപം പിശാചിൻ്റേതാണ്, നമുക്കുള്ളതല്ല. അത് നമ്മിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല. നമ്മിൽ നിന്ന് അനുഗ്രഹം മാത്രമേ പുറപ്പെടാവൂ. വല്ലവനും നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രതികരിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ഓർക്കണം. അവൻ കഷ്ടം സഹിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. പിന്നെയോ ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ഇതാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. ഇതാണ് ഒരു ദൈവഭക്തൻ ചെയ്യേണ്ടത്. മറ്റയാൾ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതോ, നമ്മളെ ശപിച്ചോ അവൻ വഴക്ക് പറഞ്ഞോ, ദാറ്റ് ഈസ് നോട്ട് എ മെറ്റീരിയൽ ടു അസ്. അത് മാറ്റിവെച്ചേക്കുക. കർത്താവിനോട് നമ്മൾ കാര്യങ്ങൾ ബോധിപ്പിക്കുക. കാര്യം കഴിഞ്ഞു. ഈ ഒരു സ്വഭാവം നമ്മളിലേക്ക് വളർത്തിക്കൊണ്ടു വരാതെ നിർമ്മലമായൊരു മനസാക്ഷി നമുക്ക് കീപ്പ് ചെയ്യാൻ സാധ്യമല്ല. ഇത് ദൈവഭക്തൻ്റെ ലക്ഷണമാണ്. ദൈവഭക്തനെ ഈ വക കാര്യങ്ങളിൽ ഒന്നും പോറലേൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം അവൻ ഫ്ലൈ ചെയ്യുന്നത് ഭൂമിയിലല്ല, ഇച്ചിരി പൊങ്ങിയാ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? അവൻ പറക്കുന്നത് സ്വർഗത്തിൻ്റെ നിലവാരത്തിലാണ്. സ്വർഗത്തിൻ്റെ നിലവാരത്തിൽ പറക്കുമ്പോൾ ഭൂമിയിലുള്ളതിനെ കൊണ്ട് നമ്മെ തൊടാൻ ഒന്നുകൊണ്ടും സാധ്യമല്ല. ഈ ഒരു ചേഞ്ച്, ഈ ഒരു ട്രാൻസിഷൻ നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മത്തായി 6:2 മറ്റൊരു ആറ്റിറ്റ്യൂഡ് സേവനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അപ്പം എന്താ ഈ പ്രതിഫലം? മനുഷ്യരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കയ്യടിയാണ് പ്രതിഫലം. എന്നാൽ പിതാവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. ഉപവസിക്കുമ്പോൾ എണ്ണ തേച്ച് മുഖം കഴുകി കുട്ടപ്പനായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ ഉപവസിക്കുന്നു എന്ന് ആരും മനസ്സിലാക്കരുത്. ഞങ്ങൾ ഈ ഗൾഫിൽ ജോലി ചെയ്തവർക്കറിയാം, ഇവരുടെ ഈ ഫാസ്റ്റിങ്ങിൻ്റെ ടൈം വരുമ്പോൾ അതുവരെ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നടന്നവരൊക്കെ വികൃതന്മാരായിട്ട് കാണപ്പെടും. അറ്റ്ലീസ്റ്റ് ഫ്യൂ ഡേയ്സ് ബിഗിനിങ്ങിൽ. അപ്പോൾ അവരത് അതുപോലെ ആണ് അവരുടെ വരവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫാസ്റ്റിങ് തുടങ്ങി എന്നുള്ളത്. എന്നാൽ ദൈവവചനം പറയുന്നത് അങ്ങനെ ആയിരിക്കരുത് എന്നുള്ളത്. നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോകം ഒരിക്കലും അറിയരുത്, നമ്മൾ പറയുകയും വരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിക്കരുത്. അതുപോലെ ഇവിടെ പറയുക, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അവരത് ലിറ്ററലി ചെയ്തിരുന്നു. അവർ ടൗണിൻ്റെ കോർണറിലൊക്കെ പോയി നിന്നിട്ട് കാഹളം ഊതിക്കുന്നവരെ വിളിച്ച് കാഹളം ഊതും. അപ്പോൾ ആൾക്കാരൊക്കെ ഓടിക്കൂടുമ്പോൾ ദാനം കൊടുക്കും. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇടം കൈ ചെയ്യുന്നത് എന്തെന്ന് വലം കൈ അറിയരുത്. എന്താ ഇതിൻ്റെ അർത്ഥം? മറ്റൊരാളും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ അറിയാതിരിക്കാൻ നമ്മളാൽ ആവോളം ശ്രമിക്കണം. ഞങ്ങൾ പണ്ട് ഗൾഫിലായിരുന്നപ്പോൾ അവിടുത്തെ ഖത്തറിൽ സഭാ ഹാള് ബിൽഡ് ചെയ്യാനായിട്ടുള്ള അങ്ങനെ ഒരു അനുവാദം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ കളക്ഷൻ എടുത്തപ്പോൾ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. കളക്ഷൻ ആരും പേഴ്സണലി കളക്ട് ചെയ്യരുത്, നമ്പർ കൊടുക്കും. ഈ നമ്പറിൽ ഓഫറിംഗ് ബോക്സിൽ ഇടാനേ പാടുള്ളൂ. അത് അക്കൗണ്ട് ചെയ്യുന്ന ആളൊഴിച്ച് വേറെ ഒരാളും ഈ വിവരം അറിയാൻ പാടില്ല. കാര്യം ഞങ്ങൾ വളരെ കർക്കശമായിട്ട് പാലിച്ചിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എത്ര കൊടുത്തു എന്ന് മറ്റൊരാൾ അറിയേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ മനുഷ്യർ അറിയരുത്. നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും രഹസ്യത്തിൽ ചെയ്യുന്നതാണ് ശരി എന്നാണ് ദൈവവചനം പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനുഷ്യരാലുള്ള മാനം നമുക്ക് വേണ്ട. കർത്താവ് കണക്ക് നോക്കുന്ന നാളിൽ അന്ന് പ്രശംസ ഉണ്ടായാൽ മതി. സേവനത്തോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് സമൂഹത്തിൽ ഇത് ആവശ്യമാണ്. നമുക്കറിയാം, പലപ്പോഴും പേപ്പറിൽ ഫോട്ടോ വരാനൊക്കെ വേണ്ടിയിട്ട്, എൻ്റെ പ്രിയമുള്ളവരെ, ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാൻ പാടില്ല. ദൈവവചനം അത് വിലക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്നത് രഹസ്യത്തിൽ ചെയ്യുക, ആരും അറിയരുത്. നമ്മുടെ കർത്താവ് പലപ്പോഴും ചെയ്തിട്ട് പലരോടും പറഞ്ഞിട്ടുണ്ട്,
ആരും അറിയണ്ട. കർത്താവ് പരസ്യമാക്കാൻ വേണ്ടിയിട്ടല്ല ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ താൻ വിളിച്ചു കൊണ്ടുപോയി ഊരുക്കളിലേക്ക് അകത്ത് കൊണ്ടുപോയിട്ട് സൗഖ്യമാക്കി വിട്ടിട്ടുണ്ട്. ആരും അറിയണ്ട, ആരും അറിയണ്ട. അറിയേണ്ടവൻ അറിഞ്ഞാൽ മതി. അതാണ് സേവനത്തിൽ ദൈവഭക്തൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇപ്പം നമ്മൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മളെ ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോഴാകട്ടെ, നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോഴാകട്ടെ, ഐഡൻറ്റിറ്റി എപ്പോഴും സീക്രട്ടായിട്ട് സൂക്ഷിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കണം. അതാണ് ക്രിസ്തുവിൻ്റെ വചനം നമ്മളോട് പറയുന്നതായ കാര്യം. ഗലാത്യർ 6:9-10 വരെ. അപ്പോൾ നന്മ ചെയ്യുകയിൽ നാം മടുത്ത് പോകരുത്. മടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെയാ, ഈ ലോകം അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തെന്ന് വരികയില്ല. മോശമായത് പറഞ്ഞേക്കാം, നെവർ മൈൻഡ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പ്രത്യേക വാക്യം ഞാൻ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു വാക്യമാണ്. അവൻ തനിക്കുള്ളവരെ അവസാനത്തോളം ഒരുപോലെ സ്നേഹിച്ചു. കർത്താവിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റം വന്നില്ല. ഒറ്റിക്കൊടുക്കാനായിട്ട് പോയ യൂദയോടുള്ള ബന്ധത്തിലാണെങ്കിലും, തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനോടുള്ള ബന്ധത്തിലാണെങ്കിലും, തന്നെ വിട്ട് ഓടിപ്പോയ മറ്റപ്പസ്തലന്മാരോടുള്ള ബന്ധത്തിലാണെങ്കിലും കർത്താവിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റം വന്നില്ല. അപ്പോൾ നമുക്ക് തോന്നിയത് എങ്ങനെ സാധിക്കുന്ന കർത്താവേ, എന്നെ ഇവൻ തള്ളി പറയുമെന്ന് അറിഞ്ഞാൽ എനിക്ക് എത്ര സ്നേഹിക്കാൻ കഴിയും? തള്ളി പറയാതെ ഇരിക്കുന്ന, മാറോട് ചേർന്നിരിക്കുന്നവനെയല്ലേ കുറച്ചുകൂടെ ഞാൻ സ്നേഹിക്കേണ്ടത്, അല്ലേ? യോഹന്നാനെയാണ് കുറച്ചുകൂടെ സ്നേഹിക്കേണ്ടത്. ഞാൻ പറയാം, കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയായിരുന്നു. തൻ്റെ അക്കൗണ്ടബിലിറ്റി പിതാവിനോട് ആയിരുന്നു. പിതാവ് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ. അതുകൊണ്ട് കർത്താവ് എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് സ്നേഹിച്ചിരുന്നത്. മറ്റുള്ളവരുടെ പ്രതികരണം തൻ്റെ സ്നേഹത്തിനൊരു വിഷയമേ അല്ലായിരുന്നു. അതുകൊണ്ടാണ് താൻ അവസാനത്തോളം ഒരുപോലെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നാം നന്മ ചെയ്യുകയിൽ മടുത്ത് പോകരുത്. മടുത്തു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും എന്തെങ്കിലും കുറ്റം പറയുന്ന ഒരു ഭർത്താവാണെങ്കിൽ, അല്ലേ സഹോദരിമാരെ, കുറച്ചൊക്കെ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്ത് സാധനം അങ്ങാടിയിൽ നിന്ന് മേടിച്ചു കൊണ്ടാൽ എന്തെങ്കിലും കമൻറ്റ് കിട്ടുന്ന ഭർത്താക്കന്മാർക്കും ചിലപ്പോൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. മടുത്തു പോകരുത്, മടുത്തു പോകരുത്. മടുത്തു പോകാതെ നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം കർത്താവ് സകലത്തിനും പ്രതിഫലം നൽകുന്നവനാണ്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അപ്പം ആദ്യത്തെ പ്രയോറിറ്റി സഹവിശ്വാസികളാണ്. പക്ഷേ എല്ലാവർക്കും. ഞാനൊരു കാര്യത്തിൽ പറയാം. നമ്മളൊരു ചെറിയ സമൂഹമാണ്, വേർപാട് സമൂഹം. നമ്മളുടെ ഇടയിൽ ആതുര സേവനം എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. ഞങ്ങളുടെ പൂർവ്വസഭ, ഞാൻ ആ സഭയിലല്ല ഇന്ന്, എന്നാൽ കത്തോലിക്ക സഭയിൽ അംഗമായിരുന്നു ഞാൻ. കത്തോലിക്ക സഭ ആതുര സേവനത്തിൽ കാണിക്കുന്ന ചൂട് നമ്മുടെ സഭകൾക്കില്ല. നേരെ തിരിച്ചാണ് സംഭവിക്കേണ്ടത്. അതെന്താ? കൂടുതൽ പരിശുദ്ധാത്മാവിനെയും പ്രവൃത്തിയെയും ദൈവത്തെയും ദൈവവചനത്തെ അറിയുന്നത് നമ്മളാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ഒരു കുറവുണ്ട്. ലോകം നമ്മളുടെ നല്ല പ്രവൃത്തികളെ കാണണം, അതിനുകൂടെ ഒരു മനസ്സ് നമ്മൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറയുന്നില്ല ആരും ചെയ്യുന്നില്ല എന്നൊക്കെ കേട്ടോ, രഹസ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ നമ്മളുടെ സഭകൾ ഇക്കാര്യത്തിലും ഒരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ലോകത്തിലുള്ള മനുഷ്യർക്ക് സഹായം ചെയ്യുന്നതിൽ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക്. ഇത് പുതിയൊരു കാര്യമല്ല, ദൈവവചനമാണ് ഈ പറയുന്നത്. എല്ലാവർക്കും നന്മ ചെയ്യുക. ഇക്കാര്യത്തിൽ ഒരു ഫണ്ടൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
ലോകത്തിനും ഒരു സഹായം നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലായ്പ്പോഴും അത് വിശ്വാസികൾ എന്നുള്ള ആ ചുറ്റുവട്ടത്തിൽ മാത്രം നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അടുത്തതായിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ നമ്മളെങ്ങനെ സേവനം അനുഷ്ഠിക്കുമെന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. സാമൂഹ്യമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവഭക്തനായ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സിറ്റിസൺ ആയിരിക്കണം. ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുള്ളൊരു വിഷയമാണ്. ഇന്ത്യയുടെ രഹസ്യങ്ങളെ വിറ്റ് കളഞ്ഞിട്ടുള്ളവരുടെ ലിസ്റ്റിൽ ഒരു ക്രിസ്ത്യാനിയുടെ പേര് കാണാറില്ല. അത് വലിയൊരു എനിക്ക് സന്തോഷമുള്ളൊരു വസ്തുതയാണ്. പല വ്യക്തികളും ചാരപ്രവൃത്തി മറ്റ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ചെയ്ത് ഇവിടുത്തെ ഇൻഫർമേഷൻ വിറ്റ് കളയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും നമ്മുടെ പേരുകൾ വരാറില്ല. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എങ്കിൽ പോലും പേപ്പർ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റിൽ ക്രിസ്ത്യാനികളുടെ പേരും കാണാറുണ്ട്. അതെനിക്ക് വേദന ഉളവാക്കുന്ന ഒരു കാര്യവുമാണ്. അവർ വിശ്വാസികളായിരിക്കണമെന്നില്ല, ഒരുപക്ഷെ അവിശ്വാസികളായിരിക്കാം, എങ്കിലും ക്രിസ്തീയ നാമം ധരിച്ചിട്ടുള്ളവരാണ്. കർത്താവിൻ്റെ നാമം ധരിച്ചിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റവാളിയാണെങ്കിൽ അതിൽ പരം മാനക്കേട് വേറെയില്ല. കാരണം കർത്താവ് പരിശുദ്ധനായിരിക്കുന്നവൻ്റെ നാമം ധരിച്ചിട്ട് പരിശുദ്ധിയില്ലാതെ പോയാൽ, അതുകൊണ്ട് നമ്മൾ ദൈവഭക്തന്മാരായിരിക്കുന്ന നമ്മൾ സമൂഹത്തിൻ്റെ മധ്യേ നല്ലവരായിരിക്കുന്നത് പോലെ തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ നല്ലവരായിരിക്കണം. നമുക്ക് ലഭിക്കുന്ന സകല അവസരങ്ങളും കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊക്കെ പഴയ കാലത്തൊക്കെ നടക്കുന്ന പോലെയൊന്നുമില്ല. ഇപ്പോൾ സേവനവാരം, ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ വളരെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ സേവനവാരം. ഒരാഴ്ച സേവനമാണ്. നമുക്ക് ലോകത്തിൽ അനേകർ ചെയ്യാറുള്ളൊരു കാര്യമാണ്. പലപ്പോഴും പല ഏരിയകൾ വൃത്തിയാക്കുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസികളോ ഒരു സഭയോ അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. എൻ്റെ പേരിൽ തെറ്റാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണെങ്കിൽ. പക്ഷെ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണ്, നിങ്ങളെ പുകഴ്ത്തുകയോ തരം താഴ്ത്തുകയോ ഒന്നുമല്ല കേട്ടോ. നെല്ലിക്കുന്ന് സഭ ഇവിടെ ഒരു സ്ട്രീറ്റ് ക്ലീനാക്കി എന്ന് ഒരു വാർത്ത വന്നാൽ ഞാൻ പറയുകയാണ് കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത്, ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതൊരു വാർത്തയായിട്ട് ഞാൻ പരിഗണിക്കും. കാരണം നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഒരു അവസരം നമ്മൾ ഉപയോഗിക്കുകയാണ്. ലോകം നമ്മുടെ സൽപ്രവർത്തികൾ കാണേണ്ടത് ആവശ്യമാണ്. നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതില്ലാത്ത പലരും അത് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പം നമ്മളൊന്ന് ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വാസ്തവത്തിൽ ഇവ കാര്യങ്ങൾക്ക് വല്ല പ്രസക്തി കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. റോമർ 13:1-2 വരെയുള്ള ഭാഗം നമ്മൾ വായിച്ചിട്ട് നിർത്താം. അതും ഒരു വാക്യം കൂടെ ഞാൻ പെട്ടെന്ന് വായിക്കാൻ തന്നെ. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങണം. നിയമത്തിൻ്റെ മുമ്പിൽ അനുസരണമുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു ദൈവഭക്തനായ ക്രിസ്തുവിശ്വാസി. ഇക്കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. ഞാൻ പറയാം, നിയമത്തിനെതിരായിട്ട് കൊടി പിടിക്കാനോ ഒന്നും നമ്മൾ നടക്കേണ്ട ആവശ്യം ഇല്ല. ഇനി വളരെ പച്ചയായിട്ട് പറയാം, പാർട്ടി അനുഭവവും പരിപാടിയൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. നമുക്ക് ഒരു പാർട്ടിയേ ഉള്ളൂ. അത് ആരുടെ പാർട്ടിയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാർട്ടിയാണ് നമുക്കുള്ളൂ. വേറെ ഒരു പാർട്ടിയും നമുക്ക് വേണ്ട. നമ്മളുടെ ജയ് വിളി ഒരാൾക്കേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ അടുത്ത് സമരം നടത്താനൊന്നും നമ്മൾ പോകണ്ട. കാരണം ഈ സമരം നടത്തുന്നതൊക്കെയും അധികാരത്തിനെതിരെയുള്ള മത്സരങ്ങളാണ്. ഇതിലൊന്നും നമ്മൾ പങ്കാളികളാണ്. നമുക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ടൂള് ദൈവം തന്നിട്ടുണ്ട്. എന്താണ്? പ്രാർത്ഥന. കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള പ്രാർത്ഥന എന്ന ആയുധം നമുക്ക് തന്നിട്ടുണ്ട്. ഈ കൊടിയൊന്നും പിടിച്ചു കിടക്കേണ്ട ആവശ്യം നമുക്ക് വാസ്തവത്തിലില്ല. സകല മനുഷ്യരും, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ഒന്നാമത്തെ കാര്യം നമ്മുടെ നമ്മുടെ നിയമത്തിൻ്റെ മുമ്പിലുള്ള കാഴ്ചപ്പാടിനെയാണ് ഞാനിവിടെ പറയുന്നത്. ഇനി താഴോട്ട് വായിക്കാം. ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല
ദുഷ്പ്രവർത്തിക്ക് അത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാ, പുതിയ നിയമത്തിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി. നമ്മൾ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് നമുക്ക് അധികാരത്തോടുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ ആരോടെ പോയി പറയണ്ടേ? അധികാരത്തെ വെച്ചവനോട് പോയി പറഞ്ഞാൽ മതി. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞത് ക്ലിയർ ആണല്ലോ. നമുക്ക് രാജ്യം ഭരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ കൊടി പിടിക്കാൻ നടക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് പറയാൻ ഒരാളുണ്ട്. ആരാണ് ആള്? അവരെ ആക്കി വച്ചവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായിരിക്കുന്ന നമ്മുടെ കർത്താവ്. അവൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കർത്താവെ, നീ ആക്കി വെച്ച ഈ പുള്ളി, ഇദ്ദേഹം, ഇങ്ങനെ പറയരുത്, ഈ പുള്ളി എന്ന് പറയരുത് കേട്ടോ, മാന്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യണം. ബഹുമാനപ്പെട്ട ഇന്ന ആള് വേണ്ട പോലെ ചെയ്യുന്നില്ല കർത്താവെ, അങ്ങ് ഇടപെടണമേ. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി വേറെ മത്സരത്തിനൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇനി അധികാരസ്ഥന്മാരോട് നിനക്ക് പുകഴ്ച ലഭിക്കണമോ? എന്ത് ചെയ്യണം? നന്മ ചെയ്യുക, എന്നാൽ അവനിൽ നിന്ന് നിനക്ക് പുകഴ്ച ലഭിക്കും. ഒരു വാക്യം കൂടെ, ടൈറ്റസ് 3:1 മനത് വായിച്ചു. അപ്പോൾ വളരെ വ്യക്തമാണ് ആ കാര്യം. സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങി ഇരിക്കുക. ആരെ കൊണ്ടും ദൂഷണം പറയരുത്, കലഹിക്കരുത്. ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മിപ്പിക്കുക. ദൈവമക്കളെ, ഒരു ദൈവഭക്തൻ ഇങ്ങനെ ആയിരിക്കണം, സമൂഹത്തിലും നിയമത്തിൻ്റെ മുമ്പിലും. നമ്മെക്കുറിച്ച് ഒരു ദോഷവും പറയുവാൻ ആരും ഇടയാകരുത്. നമ്മൾ ഒരു കേസിൽ ചെന്ന് പെടുവാൻ ഇടയാകരുത്. ഒരു ക്രിമിനൽ ഒഫൻസ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ ഇടയാകരുത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ അടുത്തിടയ്ക്ക് ഒരു MLA അയോഗ്യനായി. എന്താ കാരണമെന്നറിയാമോ? ഇപ്പോൾ ഒന്നതല്ല പ്രശ്നം. ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്ത ഒരു വിഷയത്തിലുള്ള തെറ്റ് നിമിത്തമാണ് ഇപ്പോൾ അദ്ദേഹം അയോഗ്യനായത്. നമ്മളെക്കുറിച്ച് ആരും ഒരു ദോഷവും പറയുവാൻ ഇടവരരുത്. അതാണ് ഒരു ദൈവഭക്തൻ, അതാണ് ഒരു ക്രിസ്തു ഭക്തൻ. കർത്താവിനെ കുറിച്ച് ഒരു കുറ്റവും ആർക്കും തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവനെ വിസ്തരിച്ചിട്ട് ഒരു പാപവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പാപം ചെയ്യാത്ത പരിപാവനനായ ഒരുത്തനെ നാം സേവിക്കുമ്പോൾ ആ മക്കളായിരിക്കുന്ന നമ്മൾ അതേ പരിപാവനത നമ്മുടെ ജീവിതങ്ങളിലും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. നിയമത്തിൻ്റെ മുമ്പിൽ ഒരു വിശ്വാസി ഏറ്റവും കൃത്യതയുള്ളവനായിരിക്കണം. അതാണ് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.